Stories of marketing in touch with positive people. ഒരു റീറ്റെയിൽ ഷോപ്പുകാരനെ ഹാർഡ് വർക്ക് ചെയ്യുന്നതിൻ്റെ കാര്യം എന്താണ്? പല റീറ്റെയിൽ ഷോപ്പുകാരും നമ്മളോട് തന്നെ ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഞാൻ വളരെ ഹാർഡ് വർക്ക് ചെയ്താണ്, വളരെയധികം കഷ്ടപ്പെട്ടാണ് ഈ ഷോപ്പ് ഇതുപോലെ പടുത്തുയർത്തിയത്. എന്താണ് ഒരു റീറ്റെയിൽ ഷോപ്പുകാരൻ്റെ ഹാർഡ് വർക്ക്? അതോടൊപ്പം തന്നെ അയാൾ പ്രൈസിങ്ങിൽ എന്തുമാത്രം ഫോക്കസ് ചെയ്യേണ്ടതുണ്ട്? അയാൾ വാങ്ങിച്ച് വിൽക്കുന്ന പ്രോഡക്റ്റിലെ പ്രൈസിങ്ങിൽ എന്തുമാത്രം ഫോക്കസ് ചെയ്ത് അയാൾ നിലനിൽക്കേണ്ടതുണ്ട്? അതുപോലെ തന്നെ അന്നന്ന് ചെയ്യേണ്ട ജോലികൾ, റീറ്റെയിലർ അന്നന്ന് തീർത്ത് വയ്ക്കേണ്ട ജോലികൾ കൃത്യമായിട്ട് തീർത്ത് വച്ച് മുന്നോട്ട് പോയാൽ അയാൾക്ക് കിട്ടുന്ന പ്രയോജനങ്ങൾ എന്തൊക്കെയാണ്? നെക്സ്റ്റ് വൺ, വിൽക്കുന്ന പ്രോഡക്റ്റുകൾ പൂർണ്ണമായ ഒരു വിശ്വാസം ആ റീറ്റെയിലർക്ക് ഉണ്ടായിരിക്കണം. പവർ ഓഫ് റീറ്റെയിലർ 54ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ജയകൃഷ്ണൻ. എല്ലാ റീറ്റെയിൽ ഷോപ്പും പടുത്തുയർത്തിയിരിക്കുന്നത് ഒരു പരിധി വരെ വീട്ടുകാരുടെ സപ്പോർട്ട് ചിലപ്പോൾ കിട്ടിയേക്കാം, ചിലപ്പോൾ കിട്ടാതെയും ആ റീറ്റെയിലർ ഓണറിൻ്റെ മാത്രം ഒരു ചിന്താഗതിയിലൂടെ ഒരു കാലത്ത് അയാൾ സ്റ്റാർട്ട് ചെയ്ത് ഹാർഡ് വർക്ക് ചെയ്ത് കഷ്ടപ്പെട്ട് പെയിൻഫുൾ ആയിട്ട് ഒറ്റയാൾ പട്ടാളം പോലെ നേടിയെടുത്തതായിരിക്കാം ഈ റീറ്റെയിൽ ശൃംഖല എന്ന് പറയുന്നത്. ചിലപ്പോൾ സ്വന്തം കുടുംബത്തിൽ നിന്നുള്ളവർ പോലും, അടുത്ത് നിൽക്കുന്നവർ പോലും ഇത് തുടങ്ങണ്ട, അതിൻ്റെ ഒരു ആവശ്യമില്ല, ഇപ്പോൾ ഇത് ഉള്ളതുപോലെ അങ്ങ് ജീവിച്ചു പോയാൽ മതി എന്നുള്ള ആ വാക്കിനെ മാറ്റിക്കളഞ്ഞ ശേഷം അയാളുടെ ഡ്രീമോടെ, അയാളുടെ ലക്ഷ്യത്തോടെ ജീവിതത്തിൽ സക്സസ് ആയവരാണ് റീറ്റെയിൽ ഷോപ്പുകാർ ഇന്ന് നടത്തുന്ന ഏകദേശം ഒരു 50%ഓളം ആ ഒരു ഏരിയയിൽ വരുന്നവരാണ്. അവർ എങ്ങനെയൊക്കെയാണ് ഒരു ഹാർഡ് വർക്കായിട്ട്, എന്താണ് ഈ ഹാർഡ് വർക്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താണ് ഈ ഹാർഡ് വർക്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അന്നന്ന് ചെയ്യുന്ന ജോലികൾ കൃത്യമായിട്ട് അന്നന്ന് തീർത്ത് വയ്ക്കുക എന്നുള്ളതാണ്. ഒരു ഡിസ്ട്രിബ്യൂട്ടറോ ഒരു കമ്പനിയോ കുറച്ച് പ്രോഡക്റ്റ് നമ്മുടെ മുന്നിലേക്ക് വന്ന് ഷോപ്പിൻ്റെ ഫ്രണ്ടിൽ വന്ന് കാർട്ടൺ ബോക്സ് ഇട്ടിരിക്കുകയാണ്. ഒരു റീറ്റെയിൽ ഷോപ്പിൻ്റെ ഓണറോ അല്ലെ ആ സ്റ്റാഫുകളോ മിണ്ടാതിരുന്നാൽ, അനങ്ങാതിരുന്നാൽ അത് ആ കാർട്ടൺ ബോക്സ് അങ്ങനെ തന്നെ അവിടെ കിടക്കുകയുള്ളൂ, അവിടെ ഇരിക്കുകയുള്ളൂ. ചിലപ്പോൾ ഇൻസ്റ്റാഗ്രാമും നോക്കി വാട്സപ്പും നോക്കി സമയം കിട്ടുമ്പോൾ, കസ്റ്റമർ ഇല്ലാത്ത സമയത്ത് അങ്ങനെയൊക്കെ സമയം കളയാൻ പറ്റൂലേ? ആ സമയം ആ റീറ്റെയിൽ ഷോപ്പിൻ്റെ ഓണർ മുന്നിട്ടിറങ്ങി ആ കാർട്ടൺ ബോക്സിൻ്റെ അടുത്ത് വന്നത് പൊട്ടിച്ച് അത് എവിടേക്കാണ് വയ്ക്കേണ്ടത്, അതാത് സ്ഥാനങ്ങളിൽ വയ്ക്കാൻ ആ റീറ്റെയിൽ ഷോപ്പിൻ്റെ ഓണർ തന്നെ മുൻകൈ എടുക്കേണ്ടതുണ്ട്. അതിനെ ഹാർഡ് വർക്ക് എന്ന് പറയാം. അത് ഡെഡിക്കേറ്റഡ് ആയിട്ട്, അല്ലെങ്കിൽ അത് അവിടെ കിടക്കുകയുള്ളൂ, അത് ഇരിക്കുകയുള്ളൂ. ഇതൊന്ന് എടുത്തു വയ്ക്കണം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആ എടുത്തു വയ്ക്കാമെന്ന് പറഞ്ഞ് വേറെ കുറേ കാര്യങ്ങളായിട്ട് ചിലപ്പോൾ ഇൻവോൾവ് ആയി പോകും. അപ്പോൾ ആ ഓണർ തന്നെ ആ കാര്യത്തിൽ മുൻകൈ എടുത്ത് അതിൻ്റെ കവറ് പൊട്ടിച്ച് എടുക്കുമ്പോഴേക്കും സ്റ്റാഫുകൾ ഓടി വരും. ഏതൊക്കെ പ്രോഡക്റ്റ് ഏതൊക്കെ സൈഡിൽ വയ്ക്കണം, ഏതൊക്കെ ഏരിയയിൽ വയ്ക്കണം, കൃത്യമായിട്ട് റീറ്റെയിൽ ഷോപ്പിൻ്റെ ഓണർ അത് മനസ്സിലാക്കിയിരിക്കണം. പ്രൈസ് ഒരു പരിധി വരെ ആ റീറ്റെയിൽ ഷോപ്പിൻ്റെ ഓണറുടെ കയ്യിൽ ഇരിക്കുന്നതാണ് പ്രൈസ്. അതിൻ്റെ ലാൻഡിങ് കോസ്റ്റ്, ആ ലാൻഡിങ് കോസ്റ്റിൽ നിന്ന് എത്രമാത്രം പ്രോഫിറ്റ് മാർജിൻ ആഡ് ചെയ്തിട്ട് വേണം ആ സ്റ്റാഫുകളുടെ കയ്യിൽ കൊടുക്കാൻ. അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റിന് മാക്സിമം റേറ്റ്, അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റിന് എത്ര പ്രൈസ് വാങ്ങിക്കണം, ലാൻഡിങ് കോസ്റ്റിൽ നിന്ന് എത്ര പൈസ വാങ്ങിക്കണം, അത് കൃത്യമായിട്ട് റീറ്റെയിൽ ഷോപ്പിൻ്റെ ഓണർ തന്നെ എഴുതി സ്റ്റാഫുകളെ ഏൽപ്പിക്കണം. ഇത്ര റേറ്റിന് നെഗോഷിയേഷൻ വന്നാൽ ഇത്ര മാത്രം കുറയ്ക്കാൻ പറ്റും, ഇതിൽ കൂടുതൽ കുറച്ച് ഈ പ്രോഡക്റ്റ് വിൽക്കാൻ സാധിക്കില്ല. മാർജിൻ ഇല്ലാതെ, ലാഭമില്ലാതെ ഒരു പ്രോഡക്റ്റ് വിൽക്കാൻ സാധിക്കില്ല. ഒരു പ്രോഡക്റ്റ് ലാഭമില്ലാതെ വിൽക്കാൻ സാധിക്കില്ല, അതുപോലെ ക്യാഷ് റെഡി കിട്ടാതെയും വിൽക്കാൻ സാധിക്കില്ല. പക്ഷേ ഈ രണ്ട് കാര്യങ്ങളിൽ ആദ്യത്തെ കാര്യം
രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ റെഡി ക്യാഷ് കിട്ടിയില്ലെങ്കിൽ തന്നെ പ്രോഡക്റ്റ് വിൽക്കപ്പെടുന്നുണ്ട്. അങ്ങനെ ഒരു സാഹചര്യം മാർക്കറ്റിലുണ്ട്. അത് മറ്റൊരു വശം തന്നെ. എങ്കിലും ഹാർഡ് വർക്ക് എന്ന് പറയുന്നത് അന്നന്ന് ചെയ്യുന്ന ജോലികൾ, അക്കൗണ്ട്സായിട്ട് ബന്ധപ്പെട്ട ജോലികൾ അത് അന്നന്ന് തന്നെ തീർത്ത് വയ്ക്കേണ്ടതുണ്ട്. അതുപോലെ പേയ്മെൻറ്റ് കളക്ട് ചെയ്യേണ്ട കാര്യം, നാളെ പേയ്മെൻറ്റ് തരാം എന്ന് പറഞ്ഞിരിക്കുന്ന ആൾക്കാർ എത്ര കസ്റ്റമേഴ്സ് ഉണ്ട്, അവരെ ഫോളോ അപ്പ് ചെയ്യണം. അത് ഡയറിയിൽ കൃത്യമായി നോട്ട് ചെയ്ത് വെക്കണം. പിന്നെ നാളെ വരുന്ന ചെക്കുകൾ ഏതൊക്കെ, ആ ചെക്കുകൾ ബാങ്കിലേക്ക് പേയ്മെൻറ്റ് ഇടേണ്ടതുണ്ട്. അതിൻ്റെ ഡേറ്റ് എന്തൊക്കെ, ഏതൊക്കെ കാര്യങ്ങൾ അതിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്, ആർക്കൊക്കെ പേയ്മെൻറ്റ് കൊടുക്കേണ്ടതുണ്ട്, അതിന് അവൈലബിളായ ഫണ്ട് ബാങ്കിലുണ്ടോ, അല്ലെങ്കിൽ പേയ്മെൻറ്റ് കിട്ടേണ്ട പാർട്ടികളുടെ ഫണ്ട് നാളെ തന്നെ രാവിലെ വാങ്ങിച്ച് അക്കൗണ്ടിലേക്ക് ഇടാൻ സാധിക്കില്ലേ, അല്ലെങ്കിൽ ഇന്ന് രാത്രി പോയാൽ കളക്ട് ചെയ്യാൻ പറ്റുന്ന പേയ്മെൻറ്റ് എത്ര, ആ പേയ്മെൻറ്റ് നാളെ മോർണിംഗ് തന്നെ ബാങ്കിലേക്ക് ഇടാൻ സാധിക്കില്ലേ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒക്കെ ആയിട്ട് ഇൻവോൾവ്ഡ് ആണ് ഈ ഹാർഡ് വർക്ക് എന്ന് പറയുന്നത്. വളരെ റീറ്റെയിൽ ഷോപ്പുകാരൻ വളരെ ആക്റ്റീവായിട്ട് എനർജറ്റിക് ആയിട്ട് കാര്യങ്ങൾ ഇടപെടാൻ സാധിക്കണം. ആ സ്റ്റാഫുകളോട്, വരുന്ന കസ്റ്റമറോട്, ആ അക്കൗണ്ട് സെഷനോട്, അത് ബില്ലടിക്കുന്നവരോട്, പുറത്തുനിന്ന് പേയ്മെൻറ്റ് കിട്ടേണ്ട കസ്റ്റമേഴ്സിനോട്, കമ്പനിയോട്, ഡിസ്ട്രിബ്യൂട്ടർ ചിലപ്പോൾ ഒരു പ്രാവശ്യം ബില്ലടിച്ചു, ഒരു പ്രോഡക്റ്റ് വന്നു, അതിൻ്റെ ഡിസ്കൗണ്ട് അടുത്ത പ്രാവശ്യം ബില്ലടിക്കുമ്പോൾ ആ ഡിസ്കൗണ്ട് കുറഞ്ഞു പോകാൻ കാരണം ചിലപ്പോൾ ഈ ഡിസ്ട്രിബ്യൂട്ടർ സ്ഥാപനം നടത്തുന്നവരുടെ പ്രശ്നമായിരിക്കില്ല, അവിടെ അക്കൗണ്ട് സെഷനിൽ ഇരിക്കുന്നവർ പുതിയ സ്റ്റാഫുകൾ വന്നു കാണും, അത് കൃത്യമായിട്ട് അവർ പരിശോധിച്ചിട്ടുണ്ടാവില്ല. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ സംഭവിക്കാമെന്ന് ഇതിനകത്ത്. അപ്പോൾ അതുകൊണ്ട് ഏത് ബില്ല് വന്നാലും എത്ര വർഷമായിട്ട് ഡീൽ ചെയ്യുന്ന കസ്റ്റമർ മീൻസ് ഡിസ്ട്രിബ്യൂട്ടറോ കമ്പനിയോ ആയാലും ബില്ല് ഇൻവോയ്സ് വരുമ്പോൾ ചെക്ക് ചെയ്തിരിക്കണം, അത് നോക്കിയിരിക്കണം. ഒരാൾ 51 വർഷം നമുക്ക് പരിചയമുള്ളതാണെങ്കിലും 52ാമത്തെ വർഷം ചിലപ്പോൾ അയാൾ മറ്റൊരു സ്വഭാവക്കാരനായി മാറാം. അതുകൊണ്ട് എല്ലാവരെയും വിശ്വസിക്കുകയും ഒപ്പം തന്നെ എല്ലാവരെയും നമ്മൾ നിരീക്ഷിക്കുകയും ചെയ്യണം. അങ്ങനെ വേണം മുന്നോട്ട് റീറ്റെയിൽ ഷോപ്പ് കൊണ്ട് നടക്കാൻ. ഒപ്പം ഒന്നുകൂടി പറയാം, പ്രൈസിങ്ങിനെ കുറിച്ച് കൃത്യമായൊരു ധാരണ എപ്പോഴും ഉണ്ടായിരിക്കണം. ഈ ഓഫറിൽ കൂടുതൽ ഇപ്പോൾ തരുന്ന ഒരു പ്രൈസിങ്ങിൽ കൂടുതൽ എനിക്ക് ഈ പ്രോഡക്റ്റിന് ഡിസ്കൗണ്ട് കൂട്ടിക്കിട്ടാൻ എന്തെങ്കിലും സാധ്യതകളുണ്ടോ, ക്യാഷ് ഡിസ്കൗണ്ട് കൊടുത്താൽ കൂടുതൽ കിട്ടുമോ, സ്കീമുകളുണ്ടോ, അത് ഡിസ്ട്രിബ്യൂട്ടറായിട്ടും കമ്പനിയായിട്ടും എപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് മാന്യമായ ഒരു ക്രെഡിറ്റ് ഫെസിലിറ്റി കിട്ടാനുള്ള സാധ്യതകൾ ഏതൊക്കെ കമ്പനികൾ കൃത്യമായ ക്രെഡിറ്റ് ഫെസിലിറ്റി കിട്ടും, കൃത്യമായി ചെക്ക് പാസ്സാക്കി കൊടുക്കും, പോസ്റ്റ് റേറ്റഡ് ചെക്ക് അവർക്ക് ആ സ്പോട്ടിൽ തന്നെ കൊടുക്കും, അത് കൃത്യമായി പാസ്സാക്കി കൊടുക്കും. ആ നല്ലൊരു സംവിധാനത്തിലൂടെ ക്രെഡിറ്റ് ഫെസിലിറ്റി കിട്ടാനുള്ള സാധ്യതകൾ എത്രമാത്രം ഉണ്ട്, അല്ലെങ്കിൽ റെഡി പേയ്മെൻറ്റിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ എത്രമാത്രം ഡിസ്കൗണ്ട് ഓഫറുകൾ കിട്ടാനുള്ള സാധ്യതകളുണ്ട്, അതിനെക്കുറിച്ച് പഠിച്ചിരിക്കണം. ഇതിനെയൊക്കെയാണ് ഹാർഡ് വർക്ക് എന്ന് പറയുന്നത്. ശരിക്കും ആ സ്റ്റാഫുകളെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റണം. 2 ദിവസം സ്റ്റാഫുകൾ ആ ഷോപ്പിലേക്ക് എത്തിയില്ലെങ്കിൽ പോലും ആ റീറ്റെയിൽ ഷോപ്പുകാരന് പ്രോഡക്റ്റുകൾ എവിടേക്ക് ഇരിക്കുന്നു, ഏതൊക്കെ ലൊക്കേഷനിൽ XY പ്രോഡക്റ്റുകൾ ഇരിക്കുന്നു. ഒരു കസ്റ്റമർ ഒരു ചെറിയ പ്രോഡക്റ്റ് ചോദിച്ചുകൊണ്ടായിരിക്കും വരുന്നത്. ഇനി ചെറിയ പ്രോഡക്റ്റ് അതപ്പോൾ ഇനി എടുത്തു കൊടുത്ത് ഇനി സമയം കളയാനില്ല, ഇതിവിടെ ഇല്ല എന്ന് പറഞ്ഞ് വിടാതെ ആ പ്രോഡക്റ്റ് എല്ലാ കസ്റ്റമേഴ്സിനെയും വാല്യൂ കൊടുത്തുകൊണ്ട്, ഒരു ചെറിയ പ്രോഡക്റ്റ് വാങ്ങിക്കാൻ വരുന്ന ആളായാലും വലിയ പ്രോഡക്റ്റ് വാങ്ങിക്കാൻ വരുന്ന ആളായാലും എല്ലാ കസ്റ്റമേഴ്സിനെയും ഇമ്പോർട്ടൻസ് നൽകിക്കൊണ്ട് ആ ചെറിയ പ്രോഡക്റ്റ് ആയാലും അത് സന്തോഷത്തോടെ എടുത്തു കൊടുത്ത് മാന്യമായ പൈസ അതിൽ നിന്ന് വാങ്ങിക്കാനും ഒരു റീറ്റെയിൽ ഷോപ്പുകാരന് സാധിച്ചിരിക്കുന്നു. അതൊക്കെയാണ് ഹാർഡ് വർക്ക് എന്ന് പറയുന്നത്. അലംഭാവം ഒഴിവാക്കി, മടി ഒഴിവാക്കി, എപ്പോഴും ആക്റ്റീവായിട്ട് നിന്ന് എൻ്റെ ഷോപ്പ് എങ്ങനെ ഗ്രോത്ത് ചെയ്യാൻ പറ്റും, എങ്ങനെ സ്കെയിലപ്പ് ചെയ്യാൻ പറ്റും, എങ്ങനെ കൂടുതൽ പ്രോഡക്റ്റ് ആഡ് ചെയ്യാൻ പറ്റും, എങ്ങനെ എനിക്ക് ലാഭം കൂടുതൽ ഉണ്ടാക്കാൻ സാധിക്കും, അതിനെക്കുറിച്ചിട്ടുള്ള ചിന്തകളിലൂടെ മുന്നോട്ട് പോകണം. ഇന്ന് നിങ്ങൾ ചിന്തിക്കുന്നത് മാത്രമാണ് നിങ്ങൾ നാളെ ആയിത്തീരുകയുള്ളൂ എന്ന റിയാലിറ്റി കൂടി മനസ്സിൽ സൂക്ഷിക്കേണ്ടതാണ്. അതുപോലെ തന്നെ സ്വന്തം പ്രോഡക്റ്റിൽ ഉള്ള വിശ്വാസം, നിങ്ങൾ വിൽക്കുന്ന പ്രോഡക്റ്റിൽ കൃത്യമായൊരു വിശ്വാസം സൂക്ഷിക്കാൻ സാധിക്കണം. നമ്മുടെ ചുറ്റുമുള്ള മനുഷ്യരെ വിശ്വസിക്കുന്നു, വീട്ടിലുള്ളവരെ വിശ്വസിക്കുന്നു, അതുപോലെ സ്നേഹിക്കുകയും ചെയ്യുന്നു.
ശരിക്കും ഒരു പ്രോഡക്റ്റ് ഒരു ഡീലർ വിൽക്കണമെങ്കിൽ ആ പ്രോഡക്റ്റിനെ മനസ്സറിഞ്ഞ് ഹൃദയത്തോട് ചേർത്ത് വെച്ച് സ്നേഹിക്കാൻ പഠിക്കണം. ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് സ്നേഹിക്കാൻ പഠിച്ചാൽ, നന്നായിട്ട് ആ പ്രോഡക്റ്റ് നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ, വിശ്വസിച്ചാൽ, അതിൻ്റെ റിഫ്ലക്ഷൻ കൺസ്യൂമർ വരുമ്പോൾ ഹൃദയത്തിൽ നിന്നും തന്നെ അത് വോയിസ് ആയിട്ട് അയാളുടെ മനസ്സിലേക്ക് പതിക്കുകയും അതിൽ ഒരു റിയാലിറ്റി, ഒരു വിശ്വാസ്യത ആ കസ്റ്റമറിൽ ജനിക്കുകയും ആ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാനുള്ള ഒരു അവസ്ഥയിലേക്ക് ആ കസ്റ്റമർ കൺവേർട്ട് ആവുകയും ചെയ്യും. അപ്പോൾ പറയുന്ന കാര്യത്തിൽ 100% ട്രസ്റ്റ്, വിശ്വാസം കാത്തു സൂക്ഷിക്കാൻ ഒരു റീറ്റെയിലർക്ക് സാധിച്ചിരിക്കണം. അങ്ങനെ സാധിക്കുമ്പോൾ അവിടെ ബിസിനസ് സംഭവിക്കും. നിങ്ങളുടെ ഷോപ്പ് അങ്ങനെ ഗ്രോത്തിലേക്ക് ഉയരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളുടെ ഒരു റീക്യാപ്പ് പരിശോധിച്ച്, ഒരു റീറ്റെയിൽ ഷോപ്പിൻ്റെ ഗ്രോത്തിന് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യാൻ ഒരു റീറ്റെയിലർ തയ്യാറാകണം. നെക്സ്റ്റ് വൺ, ഒരു റീറ്റെയിൽ ഷോപ്പുകാരൻ തൻ്റെ പ്രോഡക്റ്റുകളുടെ പ്രൈസ് ശരിയായി പഠിച്ചിരിക്കണം. എപ്പോൾ പ്രോഡക്റ്റ് വന്നാലും, ഡിസ്ട്രിബ്യൂട്ടർ അയച്ചാലും ഡീലർ അയച്ചാലും ആ പ്രൈസ് ചെക്ക് ചെയ്തിരിക്കണം. ആ ക്വാണ്ടിറ്റി എത്ര വന്നിട്ടുണ്ട് അത് ചെക്ക് ചെയ്തിരിക്കണം. അതിൻ്റെ കൂടുതൽ പറഞ്ഞിരിക്കുന്ന പ്രോഡക്റ്റ് തന്നെയാണോ വന്നിരിക്കുന്നത് അത് ചെക്ക് ചെയ്തിരിക്കണം. എപ്പോഴും അത് ചെക്ക് ചെയ്യണം. ഒരു ബില്ല് എത്ര കാലം കഴിഞ്ഞ് വന്നാലും എല്ലാ ബില്ലുകളും കൃത്യമായിട്ട് സ്റ്റോക്ക് പൊസിഷൻ ചെക്ക് ചെയ്തിരിക്കണം. കാരണം ഇതൊക്കെ മിസ്റ്റേക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്. നിങ്ങൾ വെറുതെ 50 പ്രോഡക്റ്റ് നിങ്ങൾ ഓർഡർ കൊടുത്തു, 25 പ്രോഡക്റ്റാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളൂ, പക്ഷേ 50 പ്രോഡക്റ്റിൻ്റെ ബില്ലടിച്ചിട്ടുണ്ട്. ഇവിടെ പ്രശ്നങ്ങൾ മനുഷ്യരാണ് ഇത് കൗണ്ട് ചെയ്യുന്നതൊക്കെ. ഇങ്ങനെയുള്ള സാധ്യതകൾ ഉണ്ട് എന്നുള്ള മനസ്സിലാക്കിയാണ് ഈ കാര്യം ഒന്ന് ഓർമ്മിപ്പിക്കുന്നത്. അതുപോലെ തന്നെ അന്നന്ന് ചെയ്യേണ്ട ജോലികൾ ഇത്തിരി സമയം വൈകിയാൽ പോലും സ്റ്റാഫുകളെ കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് അന്നന്ന് തന്നെ അത് ഫിനിഷ് ചെയ്ത് ക്ലിയർ ചെയ്ത് വയ്ക്കാൻ സാധിക്കണം. ഒപ്പം വിശ്വസിക്കാൻ പറ്റണം. സ്വന്തം വിൽക്കുന്ന പ്രോഡക്റ്റിൽ 100% ട്രസ്റ്റ് ചെയ്താൽ മാത്രമാണ് ആ പ്രോഡക്റ്റ് സുഗമമായിട്ട് നിങ്ങൾക്ക് വിൽക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ചെറിയ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നു. ഓൾ ദ ബെസ്റ്റ്.